ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാമ്പിളിംഗ് ഡിസൈനിങ്ങിനെ കുറിച്ചാണ്. സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡെഫിനറ്റ് എ പ്ലാൻ ഫോർ ഒബ്റ്റെയിനിങ് എ സാമ്പിൾ ഫ്രം എ ഗിവൺ പോപ്പുലേഷൻ. ആക്ച്വലി ഒരു സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലാൻ ഫോർ സെലക്ഷൻ ഓഫ് സാമ്പിൾ. ഒരു ബൾക്ക് ഓഫ് പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾസിനെ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഒരു എൻ്റെയ പ്രോസസ്സിനെ അല്ലെങ്കിൽ ഒരു എൻ്റെയ പ്ലാനിനെയാണ് നമ്മൾ സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾസിനെ സെലക്ട് ചെയ്യുക എന്ന് പ്രീ പ്ലാൻ ചെയ്യുന്ന ഒരു ഡെഫിനിറ്റ് പ്ലാനിനെയാണ് നമ്മൾ സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറയുന്നത്. സാമ്പിളിംഗ് ഡിസൈൻ refers to the techniques or the procedures the researcher would adopt in selecting item as sample എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഐറ്റത്തിനെയും സാമ്പിളായി സെലക്ട് ചെയ്യാൻ വേണ്ടി റിസർച്ചർ അഡോപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ്, അതിൻ്റെ ടെക്നിക്സ് ഒക്കെയാണ് സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറയുന്നത്. It is determined before data collection. ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് മുമ്പ് we should design the സാമ്പിൾസ് ഡിസൈൻ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സ്റ്റെപ്സ് ഇൻ സാമ്പിളിംഗ് ഡിസൈൻ. There are the 7 stages in sample designing. First one, define the population or universe. The target population is the collection of element or object that possess the information sought by researcher and about the inferences are to be made. The target population should be defined in terms of elements, sampling, units, extent and time. ഒരു ടാർഗറ്റ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ എന്ന് പറയുകയാണെങ്കിൽ ആക്ച്വലി നമ്മൾ എന്തിനെക്കുറിച്ചാണോ സ്റ്റഡി ചെയ്യുന്നത് അതിൻ്റെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഗ്രൂപ്പ്, അതിനെ സ്റ്റഡി ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഡിഫൈൻ ദ പോപ്പുലേഷൻ, ഡിഫൈൻ ചെയ്യുക. ഇതിലെന്താ പറയുന്നത്? ദ ടാർഗറ്റ് പോപ്പുലേഷൻ ഷുഡ് ബി ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് എലമെൻറ്റ്സ്. ഒരു ടാർഗറ്റ് പോപ്പുലേഷനിൽ എന്തൊക്കെ ഡിഫൈൻ ചെയ്യണം? ആ ഒരു സ്റ്റഡീൻ്റെ മെയിൻ എലമെൻറ്റ്സ് ഏതാണ് അത് ഡിഫൈൻ ചെയ്യുക. സാമ്പിളിംഗ് യൂണിറ്റ് ഡിഫൈൻ ചെയ്യണം. എക്സ്റ്റെൻറ്റ് എത്രത്തോളം നീണ്ടു നിൽക്കും, അതുപോലെ തന്നെ അതിൻ്റെ ടൈം ഡിഫൈൻ ചെയ്യണം. ഫസ്റ്റ് വൺ, ആൻ എലമെൻറ്റ് ഈസ് ദ ഒബ്ജക്റ്റ് എബൌട്ട് വിച്ച് ഓർ ഫ്രം വിച്ച് ദ ഇൻഫർമേഷൻ ഈസ് ഡിസൈഡ്. എക്സാമ്പിൾ, ദി റെസ്പോണ്ടൻറ്റ്. എലമെൻറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ റെസ്പോണ്ടൻസിൽ നിന്നുള്ള വിവരങ്ങൾ, ആ വിവരങ്ങൾ തന്നെ എന്താണ്? അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള എലമെൻ്റ് ആണ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോണ്ടൻ്റാണ് അതിൻ്റെ മെയിനായിട്ട് എലമെൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ എന്താണ് അതിൻ്റെ സാമ്പിൾസും കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് എന്നാണ് പറയുന്നത്. എ സാമ്പിളിംഗ് യൂണിറ്റ് ഈസ് എൻ എലമെൻറ്റ് ഓർ യൂണിറ്റ് കണ്ടെയ്നിങ് ദി എലമെൻറ്റ് ദാറ്റ് ഈസ് അവൈലബിൾ ഫോർ സെലക്ഷൻ അറ്റ് സം സ്റ്റേജസ് ഓഫ് ദ സാമ്പിളിംഗ് പ്രോസസ്സ്. സാമ്പിൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാമ്പിൾ പ്രോസസ്സിൻ്റെ ചില എലമെൻറ്റ്സുകളിൽ തിരഞ്ഞെടുക്കുന്നതിന് ലഭ്യമായ ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഘടകം അടങ്ങിയ ഒരു യൂണിറ്റാണ് സാമ്പിൾ യൂണിറ്റ് എന്ന് പറയുന്നത്. സാമ്പിൾ യൂണിറ്റ് എന്ന് പറയുകയാണെങ്കിൽ സാമ്പിൾ പ്രോസസ്സിലൂടെ ചില എലമെൻറ്റ്സ് തിരഞ്ഞെടുക്കുന്നതിന് ലഭ്യമായ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു എലമെൻ്റ് അടങ്ങിയതാണ് യൂണിറ്റ് ഓഫ് സാമ്പിൾ അല്ലെങ്കിൽ സാമ്പിൾ യൂണിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എക്സ്റ്റെൻറ്റ് റെഫേഴ്സ് ടു ദ ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ്. എക്സ്റ്റെൻറ്റ് റെഫേഴ്സ് ടു ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസിൻ്റെ ഉള്ളിൽ നിന്നല്ലാതെ അതിനെക്കാട്ടി കുറച്ചും കൂടി എക്സ്റ്റെൻഡഡ് ആയിട്ട് നമ്മൾ എന്താണ് ആ പോപ്പുലേഷൻസിനെ ഡിഫൈൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ദ ടൈം ഈസ് ദി ടൈം ഇറ്റ് ഈസ് ദ ടൈം പീരീഡ് അണ്ടർ കൺസിഡറേഷൻസ്. അതിനനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ടൈമിൽ കൺസിഡറേഷൻസ് വരുത്തുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജാണ് ഡിറ്റർമൈൻ ദി സാമ്പിൾ ഫ്രെയിം.
റെസ്പോണ്ടൻസ് ഓഫ് ദ ടാർഗറ്റ് പോപ്പുലേഷൻസ്. ടാർഗറ്റ് പോപ്പുലേഷനിൽ കുറേ അധികം റെസ്പോണ്ടൻസ് ഉണ്ടായിരിക്കും. ലിസ്റ്റ് സെറ്റ് ഓഫ് ദ ഡയറക്ഷൻ ഫോർ ഐഡൻറ്റിഫൈ ദ ടാർഗറ്റ് പോപ്പുലേഷൻ. എക്സാമ്പിൾ ദ ടെലിഫോൺ ബുക്സ് അസോസിയേഷൻസ് ഡയറക്ടറി മെയിൽ ലിസ്റ്റ് മാപ്പ്. ഡിറ്റർമൈൻ ദി സാമ്പിൾ ഫ്രെയിം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ ആണ് നമ്മൾ പോപ്പുലേഷനായിട്ടാണ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെയാണ് നമ്മളിവിടെ പോപ്പുലേഷൻ അല്ലെങ്കിൽ സാമ്പിളായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ എന്താണ് ലിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ സാമ്പിൾ ഫ്രെയിം ചെയ്യുക എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു കോളേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് വൈസാണ് നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നതെങ്കിൽ ആ കളക്ട് ചെയ്യുന്ന സാമ്പിൾസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്താണ് ഫ്രെയിം ചെയ്ത് വെക്കുക, സോഴ്സസ് ഫ്രെയിം ചെയ്ത് വെക്കുക. അതിപ്പോൾ ടെലിഫോണിലൂടെ ആണെങ്കിൽ അല്ലെങ്കിൽ ബുക്കിലൂടെ ആണെങ്കിൽ അസോസിയേഷൻ ഡയറക്ടറി വഴിയാണെങ്കിലും മെയിൽ വഴിയാണെങ്കിലും ഒക്കെ എന്താണ് നമ്മൾ ആ സോഴ്സസ് ലിസ്റ്റ് ചെയ്ത് വെക്കുക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദി സാമ്പിളിംഗ് യൂണിറ്റ്. സാമ്പിളിംഗ് യൂണിറ്റ് എലമെൻറ്റ് ഓഫ് ദി ടാർഗറ്റ് പോപ്പുലേഷൻസ്. സാമ്പിൾ ഓഫ് ഹൗസ് ഹോൾഡ് ഡയറക്ടറി ആക്സസ് കോണ്ടാക്റ്റ്. സെലക്ട് ഹൗസ് ഹോൾഡ് ആർ ദ സാമ്പിളിംഗ് യൂണിറ്റ്സ്. ദെൻ ടേക്ക് ഇൻ്റർവ്യൂ ഈച്ച് സെലക്ട് ദ ഹൗസ് ഹോൾഡ്സ്. ടൈം ഓഫീസ് ടൈം, നോർമൽ ടൈം, വാട്ട് എവർ യു ചൂസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ദ സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് പറയുകയാണെങ്കിൽ സാമ്പിളിംഗ് യൂണിറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ അതിൻ്റെ ഒരു ടാർഗറ്റ് പോപ്പുലേഷനുള്ള എലമെൻറ്റ് ഏതാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ആ എലമെൻറ്റ് ഡയറക്റ്റ്ലി ആക്സസിബിൾ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് സാമ്പിൾ യൂണിറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ ദെൻ ടേക്ക് ദ ഇൻ്റർവ്യൂ ഈ സ്ഥലത്ത് ഹൗസ് ഹോൾഡേഴ്സ്. അതൊരു ഓരോ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്താണ് നമ്മൾ സാമ്പിൾസ് യൂണിറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ടൈം ഓഫീസ് ടൈം, നോർമൽ ടൈം, വാട്ട് എവർ യു ചൂസ്. ഏത് ടൈം ആണെങ്കിൽ നമ്മൾ ആ ടൈം ചൂസ് ചെയ്തിട്ടാണ് സാമ്പിൾ യൂണിറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സാമ്പിളിംഗ് യൂണിറ്റിനെ ഫിക്സ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു കോളേജിലുള്ള എല്ലാ സ്റ്റുഡൻസ് എന്ന് വിചാരിക്കുക, ഏതെങ്കിലും കുറേ കോളേജ് സ്റ്റുഡൻസ് കൂടിയിട്ടൊരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പർട്ടിക്കുലർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്താണ് ഏതെങ്കിലും ഒരു കോളേജത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോളേജ് അല്ലെങ്കിൽ ഏതൊരു ഇൻഡിവിജ്വൽ കോളേജിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിലൂടെ നമ്മൾ സ്റ്റഡി നടത്തുക. അപ്പോൾ അവിടെ എന്താണ് നമുക്കൊരു സാമ്പിൾ യൂണിറ്റ് ഫിക്സ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഐഡൻറ്റിഫൈ ചെയ്യുക, സാമ്പിളിംഗ് യൂണിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഏതെങ്കിലും വൺ എലമെൻറ്റിന് എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റിൽ നിന്ന് ഒരു എലമെൻറ്റിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ്, selection of sampling method. A number of methods are used for selecting samples. It includes the probability sampling method and a non-probability sampling method. Out of this, the researcher should select one method by which sampling units are to be selected. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ഷൻ ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്, സാമ്പിളിംഗ് യൂണിറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മെത്തേഡ് സെലക്ട് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ രണ്ട് മെത്തേഡാണുള്ളത്, പ്രോബിലിറ്റി സാമ്പിളിങ്ങും നോൺ പ്രോബിലിറ്റി സാമ്പിളിങ്ങും. ആ ഒരു സ്റ്റഡിക്ക് അനുസൃതമായിട്ടുള്ള ഏതാണോ മെത്തേഡ് അത് ചൂസ് ചെയ്യുക. ചിലപ്പോൾ നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രോബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമ്പിളിംഗ് മെത്തേഡ് നമ്മളവിടെ ചൂസ് ചെയ്യുക. നെക്സ്റ്റ്, ഡിറ്റർമൈൻ ദ സാമ്പിൾ സൈസ്. Sample size determination in the mathematical estimation of the number of subject unit to be included in a studies. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പിൾ സൈസ് എന്ന് പറയുകയാണെങ്കിൽ ഡിറ്റർമൈൻ സാമ്പിൾ സൈസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ആ കണ്ടക്ട് ചെയ്യുന്ന സ്റ്റഡിയിൽ എത്ര സാമ്പിൾസ് വേണം, അതായത് മാത്തമാറ്റിക്കൽ നമ്പറിൽ വെച്ചിട്ട് നമ്മൾ എന്താണ് ഡിറൈവ് ചെയ്യുക. ഇപ്പോൾ 50 സാമ്പിൾസാണ് നമ്മൾ ആ സ്റ്റഡി 50 ആളുകളുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ആ ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 50 സാമ്പിൾസ്. അപ്പോൾ അതിൻ്റെ സാമ്പിൾ സൈസ് നമുക്ക് വേണമെങ്കിൽ എത്രയും വേണമെങ്കിൽ കൂട്ടാം. അപ്പോൾ അതിനനുസരിച്ചുള്ള നമ്മുടെ റിസർച്ച് എന്ന് പറയുന്നത് അതിനനുസരിച്ചുള്ള റിസർച്ച് ആയിരിക്കണം. ഏറ്റവും ഹയസ്റ്റ് റിസർച്ച് ആണ് അതിനനുസരിച്ചുള്ള സാമ്പിൾസ് കൂടും. അതുപോലെ തന്നെ ചെറിയൊരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സാമ്പിൾസ് എന്താണ് കുറയും. അപ്പോൾ എന്താണ് ഏതെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലൂടെ നമ്മൾ എന്താണ് സാമ്പിൾ സൈസ് ഡിറ്റർമൈൻ ചെയ്യുക. ഇപ്പോൾ അറൗണ്ട് 50 സാമ്പിൾസിൻ്റെയാണ് ഞാൻ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എടുക്കുന്നതെങ്കിൽ അപ്പോൾ അവിടെ എനിക്ക് സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞാൽ 50 ആണ്. ഇനിയിപ്പോൾ 30 സാമ്പിൾസ് ആണ് നമ്മൾ എടുക്കണമെങ്കിൽ ആ 30 സാമ്പിളാണ് എനിക്ക് അവിടെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഡിറ്റർമൈൻ ദ സാമ്പിൾ സൈസ് എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് അവയർനെസ്, അല്ലെങ്കിൽ കസ്റ്റമർ അവയർനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ടുവാർഡ്സ് എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് ആണ് ഞാൻ സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ, ആ സ്റ്റഡി ചെയ്യുന്നത് ഇത്ര ആളുകളുടെ കയ്യിൽ നിന്നാണ് ഞാൻ സാമ്പിൾസ് എടുക്കുന്നത് എന്ന് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ 50 ആളുകളുടെ അല്ലെങ്കിൽ 50 റെസ്പോണ്ടൻസിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ദ സാമ്പിൾ സൈസ്. അതാണ് പറയുന്നത്. Within a respondent samples is taken from a population, the finding a generalized to the populations. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടം പോപ്പുലേഷൻ എന്നാണ് നമ്മൾ സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നത്. ആ ഒരു പോപ്പുലേഷനിൽ ജനറലൈസ് ചെയ്തിട്ടാണ് നമ്മൾ സാമ്പിൾസ് ഫൈൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഒപ്റ്റിമം സാമ്പിൾ സൈസ് ഡിറ്റർമിനേഷൻ ഈസ് റിക്വയർഡ് ഫോർ ദ ഫോളോയിങ് റീസൺസ്. ഒരു ഒപ്റ്റിമൽ സാമ്പിൾ സൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ കുറേ റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ ടു അലോ ദ അപ്രോപ്രിയേറ്റ് അനാലിസിസ്. അത് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു അനാലിസിസ് നടത്തണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒപ്റ്റിമം സാമ്പിൾ സൈസ് അല്ലെങ്കിൽ സാമ്പിൾ സൈസ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആ സ്റ്റഡിക്ക് പ്രോപ്പറായിട്ടുള്ള അനാലിസിസ് നടത്തണം. അടുത്തതായി ടു പ്രൊവൈഡ് ദ ഡിസയേർഡ് ലെവൽ ഓഫ് ആക്യുറൻസി. അതിൻ്റെ ഡിസയേർഡ് ലെവൽ ഓഫ് ആക്യുറൻസിക്ക് നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ എന്താണോ സ്റ്റഡി എന്നുള്ള ആ സ്റ്റഡിയുടെ ലെവൽ ഓഫ് ആക്യുറസി നമ്മൾ മനസ്സിലാക്കണം. ദെൻ ടു അലോ ദ വാലിഡിറ്റി ഓഫ് സിഗ്നിഫിക്കൻസ് ടെസ്റ്റ്. നമ്മൾ ആ സാമ്പിൾ സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്ന സാമ്പിൾ സൈസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ടെസ്റ്റ്. ആ ഒരു സാമ്പിൾ സൈസിന് എത്രത്തോളം വാലിഡിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ടു അലോ ദ വാലിഡിറ്റി ഓഫ് സിഗ്നിഫിക്കൻസ് ടെസ്റ്റ്. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്, അതിൻ്റെ വാലിഡിറ്റി. ദെൻ നെക്സ്റ്റ് പ്രോസസ്സാണ് സ്പെസിഫൈ ദ സാമ്പിളിംഗ് പ്ലാന്. ഇൻ ദിസ് സ്റ്റേജ് the researcher should state the operational procedure for selection of the plan. That means he should decide the techniques which are used in selecting the item of sample. In fact, in this sample design, സ്പെസിഫൈ ദ സാമ്പിളിംഗ് പ്ലാൻ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ സാമ്പിൾ സെലക്ട് ചെയ്യുന്നതിനുള്ള എല്ലാ പ്രവർത്തന നടപടിക്രമങ്ങളും ഒരു റിസർച്ചറാണ് പ്രസ്താവിക്കേണ്ടത്. അതായത് സാമ്പിളിൻ്റെ എന്താ പറയുന്നത്, ഏത് രീതിയിലുള്ള സാമ്പിൾസാണ് സെലക്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ടെക്നോളജിക്ക് അനുസരിച്ചിട്ടാണ് അദ്ദേഹം തീരുമാനിക്കേണ്ടതെന്നാണ്. ഈ റിസർച്ചറാണ് ഇത് തീരുമാനിക്കേണ്ടത്. എന്താണ്, ഏത് ഇനം സാമ്പിളാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് ടെക്നോളജീൻ്റെ അടിസ്ഥാനത്തിൽ ആരാണ് തീരുമാനിക്കേണ്ടത്? റിസർച്ചറാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അവിടെ എന്താണ്, വാസ്തവത്തിൽ അവിടെ ഒരു സാമ്പിൾ പ്ലാന് അല്ലെങ്കിൽ സാമ്പിളിംഗ് പ്ലാന് സ്പെസിഫൈ ചെയ്യണമെന്നാണ് പറയുന്നത്. മുൻകൂട്ടി തന്നെ നമ്മൾ എന്താണ് ഓൾറെഡി ആസൂത്രണം ചെയ്തിരിക്കണം. എന്താണ് സാമ്പിളിങ്, എങ്ങനെയാണ് ആ സാമ്പിളിങ് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത്, ഏത് രീതിയിലുള്ള സാമ്പിൾസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. നെക്സ്റ്റ്, സെലക്ട് ദി സാമ്പിൾ. ഇറ്റ് ഈസ് ദി ലാസ്റ്റ് സ്റ്റേജ്. ദ നീഡഡ് samples are to be selected. The office and field work required carrying out for the selection of the sample. ഒരു സാമ്പിളിംഗ് ഡിസൈനിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജാണ് സെലക്ട് ദ സാമ്പിൾ എന്ന് പറയുന്നത്. ഈ സ്റ്റേജിൽ ആവശ്യമായ സാമ്പിളുകൾ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ സാമ്പിൾ സെലക്ട് ചെയ്യുന്നതിന് ആവശ്യമായ ഓഫീസ്, ഫീൽഡ് വർക്കും അതൊക്കെ അവൈലബിൾ ആക്കണം എന്നാണ് പറയുന്നത്. അതാണ് ഒരു സാമ്പിളിംഗ് ഡിസൈനിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സാമ്പിളിംഗ് ഡിസൈൻ. ഫസ്റ്റ് വൺ, സാമ്പിൾ ഡിസൈൻ must result in truly representative sample. ഇവിടെ എന്താ പറയുന്നത്, സാമ്പിൾ ഡിസൈന് മസ്റ്റായിട്ടുള്ള റിസൾട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ആ റിസൾട്ട് എന്തായിരിക്കണം, ട്രൂലി ആയിരിക്കണം, ശരിയായ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കണം ആ റിസൾട്ട് എന്ന് പറഞ്ഞാൽ. സാമ്പിൾസ് നമുക്ക് അല്ലെങ്കിൽ ആ സാമ്പിൾ ഡിസൈനിൽ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് എന്ന് പറയുകയാണെങ്കിൽ അത് ബെറ്റർ ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ ട്രൂലി ആയിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സാമ്പിൾ ഡിസൈൻ മസ്റ്റ് ബി സച്ച് വിച്ച് റിസൾട്ട് ഇൻ എ സ്മാൾ സാമ്പിളിംഗ് എറർ. എന്താ പറയുന്നത്, ഒരു സ്മോൾ സാമ്പിൾ എററിന് കാരണമാകുന്നത് സാമ്പിൾ ഡിസൈൻ ആയിരിക്കണം എന്നാണ് പറയുന്നത്. എന്തെങ്കിലും തരത്തിലുള്ളൊരു സാമ്പിളിംഗ് എറർ ഉണ്ടാവണമെങ്കിൽ, അത് ചെറിയ സാമ്പിളിംഗ് എറർ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ കാരണമാകുന്നത് സാമ്പിൾ ഡിസൈൻ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ദ സാമ്പിൾ ഡിസൈൻ മസ്റ്റ് ബി വയബിൾ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഫണ്ട് അവൈലബിൾ ഫോർ ദ റിസർച്ച് സ്റ്റഡി.
റിസർച്ച് സ്റ്റഡീന് ലഭ്യമായ ഫണ്ടുകളുടെ പശ്ചാത്തലത്തിൽ സാമ്പിൾ ഡിസൈൻ എന്താണ് പ്രായോഗികമായിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സാമ്പിൾ ഡിസൈൻ മസ്റ്റ് ബി സച്ച് സോ ദ സിസ്റ്റമാറ്റിക് ബയാസ് ക്യാൻ ബി കൺട്രോൾഡ് ഇൻ എ ബെറ്റർ വേ. സാമ്പിളിംഗ് ഡിസൈനിൽ സിസ്റ്റമാറ്റിക് ബയാസിൻ്റെ മെത്തേഡ് അത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ളൊരു സാമ്പിൾ ഡിസൈൻ ആയിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, the sample should be such that the result of the sample study can be applied in general for the universe with a reasonable level of confidence. ഒരു സാമ്പിൾ സ്റ്റഡിക്ക് എന്താണോ റിസൾട്ട് കിട്ടിയിരിക്കുന്നത് ആ റിസൾട്ട് പ്രയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാമ്പിൾസ് ആയിരിക്കണം അവിടെ സ്റ്റഡി ചെയ്യേണ്ടത്. പൊതുവെ ന്യായമായ ആത്മവിശ്വാസത്തോടെയുള്ള ഒരു സാമ്പിൾസ് ആയിരിക്കും, അല്ലെങ്കിൽ ന്യായമായ രീതിയിലുള്ളൊരു സാമ്പിൾസ് ആയിരിക്കണം അവിടെ സ്റ്റഡി ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഇതാണ് ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് റിസർച്ച് അല്ലെങ്കിൽ ഗുഡ് സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് സാമ്പിളിംഗ് ഡിസൈൻ എന്നും അതിൻ്റെ ഡിഫറെൻറ്റ് പ്രോസസ്സ് ഏതൊക്കെയാണ് എന്നും ഫീച്ചേഴ്സ് ഓഫ് സാമ്പിളിംഗ് ഡിസൈൻ എന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്. നമ്മളിതിൽ 4th സ്റ്റേജസ് ആയിട്ട് നമ്മൾ പറഞ്ഞു ഇന്ന് സെലക്ട് ഇൻ ദ സാമ്പിളിംഗ് മെത്തേഡ്. 2 മെത്തേഡ് ഉണ്ട്, നോൺ പ്രോബിലിറ്റി മെത്തേഡ് അതുപോലെ തന്നെ പ്രോബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്. ഈ 2 മെത്തേഡ് നമുക്ക് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അത് നമുക്ക് വരും വീഡിയോസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.